ദൃശ്യം 3 ജസ്റ്റ് ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സാധനമെന്ന്. അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലോഡിങ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്നാലും ഷുവർ ഷോട്ടായിട്ട് അടുത്തൊരു 100 crore ലോഡിംഗ് ആണ്. ലാലേട്ടൻ്റെയും ജിത്തു ജോസഫിൻ്റെയും വക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ പല സിനിമയുടെയും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആട് സീരീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹരിഹർ നഗർ സീരീസ് ആണെങ്കിലും ഇതിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ട് വരുമ്പോഴും ചെറുതായിട്ടെങ്കിലും അതിൻ്റെ ഒരു ജോണർ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ആകുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. ഈ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര വൈബ് മനുഷ്യനാട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നന്നായിട്ട് ചിരിച്ച് നമ്മൾ വെൽക്കം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ സിനിമ വിട്ടിറങ്ങുമ്പോൾ ആദ്യം ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നിട്ട് എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട് പടം. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, ഇപ്പം ആട് 3 വന്നപ്പോഴും അതിൻ്റെ ജോണർ ഒന്ന് ഷിഫ്റ്റ് ആയി. എന്തിനാണ് ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്താൻ. പക്ഷേ ഈ ദൃശ്യം സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർ സോൾ ആ ഒരു ജോണർ ഷിഫ്റ്റ് ആകാതെ തന്നെ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ദൃശ്യം 1 കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ആ സെയിം ആംബിയൻസ് തന്നെയാണ് നമുക്ക് ദൃശ്യം 2 കാണുമ്പോൾ ഉണ്ടാകുന്നത്. ആ സെയിം ആംബിയൻസ് തന്നെയാണ് ദൃശ്യം 3 കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബത്തിലൊരു ഫാമിലി നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് അല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു അറിഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം ചെയ്തിട്ട് നമ്മളത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ, നമുക്കുണ്ടാകുന്ന പേടി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പുള്ളിക്ക് ജിത്തു ജോസഫിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദൃശ്യം സീരീസ് ആളുകളോട് ഇത്രയും കണക്ട് ആകുന്നത്. ഇപ്പം നമുക്ക് തന്നെ എനിക്ക് തന്നെ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പം എൻ്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒരു കുറ്റകൃത്യം അത് നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ നമുക്ക് അവസാനം വരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രേക്ഷകനുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ വലിയ ക്രെഡിറ്റ് ഞാൻ ജിത്തു ജോസഫിന് തന്നെ കൊടുക്കും. കാരണം പുള്ളിയുടെ സിനിമയാണിത്. വലിയൊരു തിരിച്ചുവരവാണ്. കാരണം നമുക്കിപ്പം പുള്ളിയുടെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ കൂമൻ ഒഴിച്ച് ബാക്കി ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള എസൻസ് ഒക്കെ പോയോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് വീണ്ടും ദൃശ്യം സീരീസ് വരുമ്പോൾ പുള്ളിക്ക് പ്രത്യേക ഒരു വൈബാണ്. പുള്ളിയുടെ ആ ഒരു കോറൊക്കെ തിരിച്ചു വന്നിട്ട് പുള്ളി പഴയ നമ്മൾ കാണുന്ന ഒരു ജിത്തു ജോസഫായിട്ട് മാറുകയാണ്. അതുപോലെ കിടിലനായിട്ടാണ് ഇതിനകത്ത് ഓരോ സീൻസും ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ ഒരിക്കലും അല്ലേ ഇത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരിക്കലും തേർഡ് പാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സിനിമയല്ലേ ഇത്. സെക്കൻഡ് പാർട്ടിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ, സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി എന്തൊക്കെ ഫീൽ ചെയ്യോ, ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ, ഇതിനെന്താവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, ആ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, സെക്കൻഡ് പാർട്ടിൽ തന്നെ തേർഡ് പാർട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം ഇട്ടിരിക്കുന്ന ലൂപ്പ് ഹോൾസ്, അല്ലെങ്കിൽ തേർഡ് പാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ സെക്കൻഡ് പാർട്ട് ഒന്നുകൂടെ ആ ഒരു കഥയൊക്കെ മനസ്സിലെടുത്തി അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്. എന്തായാലും നല്ല പെർഫെക്റ്റ് സ്ക്രിപ്റ്റിംഗ് ആണ്, അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ ലാലേട്ടൻ്റെ കാര്യം ഓഫ് കോഴ്സ് പറയണ്ടല്ലോ, പുള്ളിനകത്ത് കാണാൻ ഒടുക്കത്തെ ലുക്കായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് പുള്ളിയുടെ ആ ഒരു സ്കിൻ ടെക്സ്ചർ ആണെങ്കിലും ഫേസ്, മുടി എല്ലാം കൊണ്ടും നല്ലൊരു ലുക്ക്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓരോ പാർട്ടും കാണുമ്പോൾ ചിലപ്പോൾ ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ ഇത് നമുക്ക് പരിചയമുള്ള നമുക്കുള്ള ഒരു ഫാമിലിയെ റീവിസിറ്റ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റീവിസിറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് പടം ഫുള്ള് തോന്നിയത്. ഈ പടത്തിന്റെ ആദ്യത്തെ 1 മണിക്കൂർ, അതായത് ഞാൻ 10:10 ഷോ ആണ് കണ്ടത്. 11:10 ഞാൻ കൃത്യമായിട്ട് ടൈം നോട്ടീസ് ചെയ്തു. 11:10 കൃത്യമായിട്ട് നമ്മളെ ആ ഒരു പടത്തിന്റെ മൂഡിലേക്ക് പുള്ളി എൻട്രി ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ട് അതിന്റെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് കാണുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് നമ്മൾ ആ ഒരു ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോഴെത്തും. അത് വലിയൊരു വിജയമാണ്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് ദൃശ്യം സീരീസിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്, ഈ ദൃശ്യം സീരീസിന്റെ ഡയലോഗ്സ് എപ്പോഴും കുറച്ച് ഡ്രാമാറ്റിക് ആയിരിക്കും. അത് ദൃശ്യം 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കും. അത് ഈ മൂന്നാമത്തെ പാർട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, കുറച്ച് ഡ്രാമാറ്റിക് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ദൃശ്യം സീരീസിൽ വരുമ്പോൾ മാത്രം ലാലേട്ടന് പ്രത്യേക കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ച് ഒന്ന് പുറത്ത് വന്നിരിക്കുന്ന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിൽ അതിനകത്ത് പുള്ളിയുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും, അത് കഴിഞ്ഞ് കുറച്ച് ടെൻസ്ഡ് ആകുമ്പോൾ അകത്ത് പോയി വാഷ് ബേസിനിൽ കൈ കഴുകുന്നൊരു സീനുണ്ട്. കൈ കഴുകുന്ന ആ സീനിൽ തിയേറ്ററിൽ കണ്ടവർക്കറിയാം, ഞാൻ പറയുന്നില്ല. പുള്ളി ആ നാച്ചുറലായിട്ട് പെട്ടെന്ന് നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പുള്ളി ചെയ്യുമ്പോൾ മക്കളൊക്കെ അയ്യേ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അതൊക്കെ പക്ക നാച്ചുറൽ ആയിരുന്നു. നമുക്ക് തന്നെ ചില സമയത്ത് അറിയാതെ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിൽ ആക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മീന എല്ലാ സീരീസിലെയും പോലെ തന്നെ ഇതിനകത്തും, പിന്നെ അൻസിബ ഹസൻ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്തർ അനിൽ, എന്താ പറയുന്നത്, അച്ഛൻ്റെ പെറ്റായിട്ടുള്ള ഒരു മോള്. അപ്പോൾ കുറച്ച് അധികം സംസാരിക്കുന്ന ഒരു മോളായിരിക്കും രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ തന്നെ ഇതിനകത്തും പിടിച്ച് ആ ഒരു മീറ്റർ ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയുണ്ട്, സിദ്ദിഖൊക്കെ തിരിച്ചു വരുന്നുണ്ട്, ആശാശരത്തിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഗണേഷ്, ആക്ടർ ഇർഷാദ്, പുതിയതായിട്ട് വന്നിരിക്കുന്ന വീണ നന്ദകുമാർ, പിന്നെ ബിജു മേനോൻ ഒരു 5-6 സീനിൽ വരുന്നുണ്ട്, കലാഭവൻ ഷാജോൺ.
അപ്പോൾ അങ്ങനെ വന്നു പോയവരെല്ലാം നന്നായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പാർട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോർജ് കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഒരു സിമ്പിൾ മനുഷ്യനാണ്, മറ്റുള്ളവരോട് സഹതാപവും അനുകമ്പയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളിയോട് സഹകരിക്കുന്ന ആളുകളൊക്കെ ഒന്നെങ്കിൽ പുള്ളിയുടെ സ്ട്രോങ് സപ്പോർട്ടേഴ്സായിട്ട് മാറും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ശത്രുക്കളായിട്ട് മാറും. അപ്പം മെജോറിറ്റി പുള്ളിയുടെ സപ്പോർട്ടേഴ്സായിട്ട് മാറുന്നതാണ്. കാരണം പുള്ളിക്ക് മറ്റുള്ളവരോടുള്ള സഹതാപവും അനുകമ്പയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും എന്താ പറയുക ഐക്യമുള്ളതെന്ന് പറയും, ഇത്രയും ഐക്യമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പുള്ളി അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾക്ക് മോശം വരണം എന്നുള്ള രീതിയിൽ പുള്ളി എവിടെയും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതേ ഐക്യമുള്ള ഒരു മനുഷ്യന് ക്രിമിനലായിട്ട് മാറുകയാണെങ്കിൽ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് ആ ഒരു ക്യാരക്ടർ ആർക്കൊണ്ട് മനസ്സിലാകുന്നത്. പിന്നെ ഈ സിനിമയിൽ ഫുള്ള് ഒരു കുറ്റം ചെയ്തിട്ട് അതിങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. സന്തോഷിക്കുമ്പോഴും അതിന്റെ മറ്റൊരു സൈഡിൽ അതിന്റെ ഒരു ട്രോമ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിംഗ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. എൻ്റെ മോനെ തിയേറ്റർ കയ്യടിയുടെ പെരുന്നാളായിരുന്നു ആ ഇന്റർവൽ ബ്ലോക്കിൽ. അതൊരു സസ്പെൻസ് ഇന്റർവൽ ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അന്വേഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ഹൈദരലി. പുള്ളി കുറച്ച് ഗെറ്റപ്പ് ചേഞ്ചിലൊക്കെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, അയാളെ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഓരോ പാർട്ടിൽ വരുമ്പോൾ ജോർജ് കുട്ടി കൃത്യമായിട്ട് കാർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഒരു ജീപ്പ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ആയി. ജോർജ് കുട്ടിയുടെ കരിയറും സെക്കൻഡ് പാർട്ടിൽ ജോർജ് കുട്ടിയുടെ തിയേറ്ററൊക്കെ വാങ്ങിക്കുന്നു, അതിനനുസരിച്ചുള്ള അപ്ഗ്രേഡ്. തേർഡ് പാർട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് വേറൊരു പൊസിഷനിലാണ് ജോർജ് കുട്ടി ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ MG ഹെക്ടർ ഒക്കെയാണ് ജോർജ് കുട്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ മകൾക്കായിട്ട് ഒരു ടൊയോട്ട ഗ്ലാൻസ് കാറുണ്ട്. അപ്പോൾ ഇവർ പ്രത്യേകം ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഓവറോൾ ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിന്റെ ബേസിക് ക്വാളിറ്റിയും ആ ഒരു വൈബും വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. വേണമെങ്കിൽ കഥയ്ക്ക് മാറ്റാൻ വേണ്ടി കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടി കുറച്ചുകൂടെ വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരുന്നു. പക്ഷേ ആ ഒരു ബേസിക് തീമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ജിത്തു ജോസഫിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് എന്ന്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ട്. കല്യാൺ ജുവലേഴ്സിന്റെ ആഡൊക്കെ പറയുന്നുണ്ട്. അതായത് കല്യാൺ ജുവലേഴ്സ് നമുക്ക് സ്വർണ്ണം കല്യാൺ ജുവലേഴ്സിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ പറയും കല്യാൺ ജുവലേഴ്സ് നമുക്ക് എറണാകുളത്ത് പോകാം. അപ്പം ജോർജ് കുട്ടി വയ്ക്കുന്നത് എന്തിനാണ് കല്യാൺ ജുവലേഴ്സ് ഇപ്പോൾ തൊടുപുഴയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. രസമാണ്. പക്ഷേ അങ്ങനെ പരസ്യം. അതുപോലെ തന്നെ മിസ്റ്റി മൗണ്ടൻ റിസോർട്ട്, അതിന്റെ ഒരു ആഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ആഡൊക്കെ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ജിത്തു ജോസഫിന് ആളുകളെ കൊണ്ട് എവിടെ എങ്ങനെ കൈ അടിപ്പിക്കണമെന്ന് അറിയാം. അതിങ്ങനെ ഒറ്റയടിക്കൊന്നുമല്ല, പതുക്കെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ഹൈ തരും. അവിടെ ആളുകൾ കൈയടിക്കും. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ആളുകൾ എണീറ്റ് നിന്നവരെ കൈയടിച്ച സീൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുവരെ കാണാത്ത കുറച്ച് വയലന്റ് ആയിട്ടുള്ള ജോർജ് കുട്ടിയെ കാണാൻ പറ്റും. ഇതുവരെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിനും അങ്ങനെ ഇമോഷൻ വിട്ട് കളിക്കാത്ത, എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് കൂളായിട്ട് ഇരിക്കുന്ന ഒരു ജോർജ് കുട്ടി ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് സ്ഥലത്തേക്ക് കുറച്ചൊന്ന് വയലന്റ് ആകുന്ന, അഗ്രസീവ് ആകുന്ന ഒരു ജോർജ് കുട്ടിയെ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇതിനകത്തൊരു സീനിൽ ഒരു ബെയിലിന്റെ കേസ് പറയുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് ബെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ സീനും ബാക്കിയൊന്നും പറയുന്നില്ല. ആ സീനിലൊക്കെ വീണ കയ്യടി എൻ്റെ പൊന്നും ഒന്നും പറയാനില്ലായിരുന്നു. പിന്നെ എനിക്ക് ജിത്തു ജോസഫ് സാറിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ എന്താ പറയുന്നത്, ഈ സിനിമ ഡയറക്ഷനൊക്കെ വിട്ടിട്ട് അഭിനയം കൂടെ ഒക്കെ ഒന്ന് നോക്കണം. എന്തൊരു അഭിനയം! മറ്റേ പത്രസമ്മേളനത്തിലോ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞു ഇതിനകത്ത് ട്വിസ്റ്റ് ഒന്നും ഇല്ല, അതൊരു ഡ്രാമ പടമാണ്, ഒരു സിമ്പിൾ പടമാണ്, ജോർജ് കുട്ടിയുടെ വികാരങ്ങൾ മാത്രമേ ഉള്ളൂ, ട്വിസ്റ്റ് ഒന്നും ഇല്ലെന്ന്. അപ്പം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുള്ളിയൊക്കെ ഇടിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലത്തെ സാധനമൊക്കെ ഞാനതിനെ എക്സാജറേറ്റ് പറയില്ല, അതുപോലൊക്കെ നമുക്ക് ഒരു ചെറിയ സംഭവമൊക്കെ തരുന്ന ചെറിയ ട്വിസ്റ്റുകളൊക്കെ പുള്ളി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല അഭിനയമാണ്. അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അടുത്ത 100 crore ലോഡിംഗ് ആണ്. ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആയിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. ഇൻഡസ്ട്രി ഹിറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്തായാലും ഷുവർ ഷോട്ട് 100 crore ആണ്. പിന്നെ ഈ പുള്ളി ദൃശ്യം സീരീസ് മാത്രം എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് ആ ഒരു എസെൻസിൽ എടുക്കുന്നത് എനിക്ക് മനസ്സിലാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കോറിലേക്ക് അത്രയും കയറിപ്പോയൊരു പടമായിരിക്കും ദൃശ്യം സീരീസ് എന്ന് പറയുന്നത്. അതുമാത്രം ഇത്രയും പുള്ളിയുടെ വേറൊരു പടം കാണുമ്പോൾ ഈ ഒരു ഫീൽ കിട്ടാറില്ല. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ റിവ്യൂ പറയുമ്പോൾ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട പാൻ സിനിമാസിലെ എംപ്ലോയീസിനോടും പാൻ സിനിമാസ് തിയേറ്ററിനോടുമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 6 വർഷമായി സ്ഥിരമായിട്ട് പാൻ സിനിമാസിൽ പോയി സിനിമ കാണുന്നു. ഞാൻ പാൻ സിനിമാസിന് കൊടുത്തിട്ടുള്ള യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഒരു ഇതുപോലെ വേറെ ആരും, കാരണം ഞാൻ എല്ലാ സിനിമയും കാണാൻ പോയി പാൻ സിനിമാസിന്റെ കാര്യം പറയും, അതിൻ്റെ ഇത് കാണിക്കും. പക്ഷേ അത് എനിക്ക് അവർ 5 പൈസ തന്നിട്ടൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അവരുടെ പെരുമാറ്റമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഇതുവരെയായിട്ടൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പറയാൻ കാരണം, ഞാൻ ഇന്റർവെല്ലിന് പുറത്തിറങ്ങി. അപ്പോൾ എനിക്കൊരു കോഫി വേണമായിരുന്നു. അപ്പോൾ കോഫി കുടിക്കാൻ ചെന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ GPay വർക്ക് ആകുന്നില്ല, അവിടെ റേഞ്ച് എന്തോ പ്രശ്നം. അപ്പോൾ പാൻ സിനിമാസിൽ കോഫി എന്ന ആൾ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, പടം തുടങ്ങാറ ഇന്റർവെല്ലാണ്, ചേട്ടൻ പോയിക്കോ, വന്നിട്ട് തിരിച്ചു വന്നിട്ട് പൈസ ഇട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയാനുള്ളൊരു മനസ്സ്, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പണം മിസ്സായില്ല. ഞാൻ രാവിലെ ഒന്നും കഴിക്കാനാണ് പോയത്, കുറച്ച് ലേറ്റായിട്ടാണ് എനിക്ക്. അപ്പോൾ ആ കോഫി മീൻസ് എ ലോട്ട്.
അപ്പം ഞാൻ ആ പയ്യൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. മോനെ എന്തായാലും ഒരുപാട് താങ്ക് യു. അത് ചെറിയൊരു കോഫി ആണെങ്കിലും ദാറ്റ് കോഫി മീൻസ് അലോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ സിനിമ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എൻ്റെ പേയ്മെൻറ്റ് ചെയ്തത്. ചില ആളുകളെ സഹായിച്ച് അവർ പറ്റിച്ചിട്ട് പോകുന്നവരുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റില്ല. പക്ഷെ എന്നോട് കാണിച്ച ആ ഒരു നല്ല മനസ്സിന് ഞാനിപ്പോൾ താങ്ക് യു പറയുകയാണ്. മോൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് നേരിട്ട് കണ്ട് താങ്ക് യു പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും മോനില്ലായിരുന്നു, കൗണ്ടറിൽ വേറൊരു പയ്യനാണ് നിന്നത്. സോ എന്തായാലും ഞാൻ കോഫിയുടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും താങ്ക് യു, താങ്ക്സ് അലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഒരു പടത്തെ പറ്റി പറയാനുള്ളൂ. എന്തായാലും വീക്കെൻഡാണ് വരുന്നത്, വെള്ളി ശനി ഞായർ. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹൈപ്പ് കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് ആ ദൃശ്യം മൂടറിയാലോ, ആ മൂടി തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.